വീട്ടിലെപ്പോഴുള്ള കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ കിടിലൻ സൈഡ് ഡിഷ് ഉണ്ട് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഓയിലിലേക്ക് സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സവോളയും 6 ചെറിയ ഉള്ളിയും 6 വെളുത്തുള്ളിയും എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളകുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വറ്റൽമുളക് ഞാനിവിടെ ഒരു 6 കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/2 പീസ് ശർക്കര ഇതുപോലെ ശർക്കരപ്പാനിയാക്കി എടുത്ത ശേഷം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ ഇത് വേണ്ടത്. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കുറച്ച് വറ്റൽമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല അടിപൊളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. മന്തിയുടെയും ബിരിയാണിയുടെയും ഒക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല മധുരവും എരിവും പുളിയൊക്കെ ഉള്ള ഒരു അടിപൊളി ചമ്മന്തിയാണ്. നിങ്ങൾ എന്തായാലും ഈ ഒരു ചമ്മന്തി ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.